സാംസങ്ങിന്റെ S26 സീരീസിന്റെ ഇവന്റ് ഇന്നലെയായിരുന്നു. ഏകദേശം 1.5 മണിക്കൂറിന്റെ ഇവന്റ് ആയിരുന്നു. നിങ്ങൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്വിക്ക് ആയിട്ട് വെറും 10 മിനിറ്റിൽ എന്താണ് നടന്നത് എന്ന് പറഞ്ഞുതരാം. ബേസിക്കലി ഒരു S26 ഇവന്റിനെക്കാളും എനിക്ക് കൂടുതലായിട്ട് തോന്നിയത് ഇതൊരു ഗാലക്സി AI ഇവന്റ് പോലെയാണ്. കാരണം അവർ സ്മാർട്ട് ഫോൺ ഇപ്പോൾ വിളിക്കുന്നത് ഏജന്റിക് AI ഫോൺ എന്നാണ്. ഇനി മുതൽ ഗാലക്സി AIക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ അകത്തുള്ള നോട്ടിഫിക്കേഷൻസ് റീഡ് ചെയ്ത് അത് മനസ്സിലാക്കി വെക്കാൻ പറ്റും. കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ നൗ ബ്രീഫ് ഓർമ്മയുണ്ടോ? രാവിലെ എണീറ്റ് നിങ്ങൾ ഫോൺ നോക്കുമ്പോൾ ആ ഒരു ദിവസത്തെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് കാണിച്ചു തരും. അത് ലിമിറ്റഡ് ഫീച്ചേഴ്സ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റോറന്റ് അപ്പോയിന്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ SMS-ലായിരുന്നെങ്കിൽ പോലും അത് മനസ്സിലാക്കിയിട്ട് അത് ഇതിൽ കാണിച്ചു തരും. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻസ് നിന്ന് പഠിച്ച് സമ്മറൈസ് ചെയ്ത് തരും. കോൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എടുക്കേണ്ട എന്നുണ്ടെങ്കിൽ കോൾ സ്ക്രീനിങ് കൊടുക്കുവാണെങ്കിൽ AI നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ശേഷം എന്താണ് സംസാരിച്ചത് എന്നുള്ളതിന്റെ സമ്മറി തരും. പിന്നെ സാംസങ്ങിന്റെ ബിക്സ്ബി പിന്നെയും വന്നിരിക്കുവാണ്. കൂടുതൽ ബുദ്ധി വെച്ചു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഫോണിന്റെ അകത്ത് നിങ്ങൾക്ക് വൈഫൈ ഓൺ ആക്കണം, ഓട്ടോ ബ്രൈറ്റ്നസ് ഓഫ് ആക്കണം എന്നുണ്ടെങ്കിൽ അത് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബിക്സ്ബി ആ സെറ്റിംഗ്സ് എല്ലാം ഒരേ പേജിൽ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുതരും. എന്ന് മാത്രമല്ല ഡേ ടു ഡേ കാര്യങ്ങൾ, ന്യൂസ്, ഇതെല്ലാം അറിയാൻ പറ്റും. കാരണം ബിക്സ്ബി ഇപ്പോൾ പെർപ്ലെക്സിറ്റിയുമായിട്ടാണ് കൊളാബറേഷൻ. ഇനി ഗാലക്സി AIക്ക് സമ്മറൈസ് ചെയ്യാൻ പറ്റും, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റിലുള്ളൊക്കെ റീഡ് അലൗഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾക്കറിയാം. എന്നാൽ ഇനി മുതൽ സാംസങ് ബ്രൗസറിനകത്ത് പുതിയൊരു ഫീച്ചർ വരുവാണ്. നിങ്ങളുടെ ഫോണിൽ സെർച്ച് ചെയ്തിരിക്കുന്ന എല്ലാ ടാബുകളും വെച്ച്, നിങ്ങളുടെ എല്ലാ ഹിസ്റ്ററിയും വെച്ച് നിങ്ങൾക്ക് കമ്പൈൻ ചെയ്ത് നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിന്റെ ഉത്തരം കൊണ്ടുവരാനായിട്ട് പറ്റും. ഇതും പെർപ്ലെക്സിറ്റിയുടെ സഹായത്തോടു കൂടി. ഇനി നമ്മൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സർക്കിൾ ടു സെർച്ച് ഫീച്ചറിൽ ഒരാൾ ധരിച്ചിരിക്കുന്ന അറ്റയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ജസ്റ്റ് സർക്കിൾ ചെയ്യുമ്പോൾ അദ്ദേഹം ഇട്ടിരിക്കുന്ന കോട്ട് ഏതാണ്, ടീഷർട്ട് ഏതാണ്, ഹാറ്റ് ഏതാണ്, ഷൂസ് ഏതാണ്, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഒരൊറ്റ സർക്കിൾ ടു സെർച്ചിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും. പിന്നെ പിക്സൽ ഫോൺ നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് മാജിക് ക്യൂ എന്ന് പറഞ്ഞ സംഭവം കണ്ടു കാണും. സപ്പോസ് ഒരു റെസ്റ്റോറന്റ് ബുക്കിംഗ് ഉണ്ടായി, ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുവാണ് എപ്പോഴാണ് ബുക്കിംഗ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെസ്സേജസ് ചെയ്യുന്നത് പഠിച്ച് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്ലൈ സജസ്റ്റ് ചെയ്യുന്ന പരിപാടി. അത് തന്നെ കുറച്ചുകൂടി എക്സ്ട്രാ ലെവലിൽ സാംസങ് നഡ്ജ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിൽ സപ്പോസ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു, അടുത്ത ദിവസം ആൾ മെസ്സേജ് അയക്കുവാണ് എൻ്റെ ഫോട്ടോസ് ഒന്ന് അയച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഫുൾ ആൽബത്തിൽ കൂടെ നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ഗാലക്സി AI നിങ്ങൾക്ക് വേണ്ടി ആൽബത്തിൽ കൂടെ പോയി ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുള്ള ഫോട്ടോസ് എല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് ഒരൊറ്റ ക്ലിക്കിൽ ഇത് മൊത്തം അയക്കാനായിട്ടുള്ള ക്യൂ കൊണ്ടുതരും എന്നുള്ളതാണ്. ഫോട്ടോയിൽ മാത്രമല്ല ബാക്കി പല കാര്യങ്ങളും ഇതേപോലെ പ്രെഡിക്റ്റ് ചെയ്ത് നിങ്ങളുടെ കീബോർഡിന് മുകളിൽ കാണിച്ചു തരും. ഇതാണ് നഡ്ജ്. പക്ഷേ എനിക്കറിയാം ഗാലക്സി AI ഇങ്ങനെയാണെങ്കിൽ പല സ്ഥലത്തു നിന്നും ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പ്രൈവസിക്ക് എന്താണ് പറ്റുന്നത്? അപ്പോൾ അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി പുതിയ കീപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട്. കീപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി പല ആപ്ലിക്കേഷൻസും ഉപയോഗിക്കുമ്പോൾ അത് തമ്മിൽ ഡേറ്റ ഷെയർ ചെയ്യുന്ന സമയത്ത് അത് പ്രൊട്ടക്ട് ചെയ്യാനും മറ്റ് ആപ്ലിക്കേഷൻസ് അത് കട്ടുകൊണ്ട് പോകാതിരിക്കാനായിട്ടുള്ള പരിപാടിയാണ്. ആൻഡ് ഒബ്വിയസ്ലി സാംസങ്ങിന്റെ വോൾട്ട് എന്ന് പറയുന്ന സാധനം ഇപ്പോഴും ഉണ്ട്. അതിനകത്തായിരിക്കും നിങ്ങളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. ഇനി ക്ലൗഡിലാണ് പ്രോസസ് ചെയ്യുന്നതെങ്കിൽ ക്ലൗഡിൽ സാധനം പോയി നിങ്ങൾക്ക് വേണ്ട ഉത്തരം കൊണ്ടുവന്ന ശേഷം ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്യും എന്നുമാണ് പറയുന്നത്. ഇനി സാംസങ്ങും ജെമിനിയുമായിട്ടുള്ള കൊളാബറേഷൻ നമ്മൾ കഴിഞ്ഞ കൊല്ലം കണ്ടതാണ്. സോ ഫുള്ളി ഇന്റഗ്രേറ്റഡ് ആണല്ലോ ക്രോസ് ആപ്പ് ഫംഗ്ഷനാലിറ്റി. അതിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി പുതിയ ജെമിനി 3ന്റെ ഒരു പ്രിവ്യൂ കൂട്ടുന്നുണ്ട്. ജെമിനി 3ൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഒരു ഫുഡ് ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുവാണ് എനിക്ക് ഇന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഏറ്റവും ചീപ്പായിട്ടുള്ള പ്രൈസിൽ ഇന്ന ഫുഡ് വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് നോർമലി ചെയ്യുന്നത്? 2-3 ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് നോക്കും, പ്രൈസ് കമ്പയർ ചെയ്യും, കാർഡ് ഓഫേഴ്സ് അല്ലെങ്കിൽ കൂപ്പൺസ് ഉണ്ടോ എന്ന് നോക്കും, അത് അപ്ലൈ ചെയ്യും, ഓർഡർ ചെയ്യും. ഈ പരിപാടി ജെമിനി 3 ഉപയോഗിച്ച് ജെമിനി എന്ത് ചെയ്യും? ഈ ആപ്ലിക്കേഷൻസ് എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്ത് അതിനകത്ത് ജെമിനിയുടെ തിങ്കിങ് ഉപയോഗിച്ച് ഈ പരിപാടികളെല്ലാം ചെയ്ത് കൃത്യമായിട്ട് ഏറ്റവും ഡിസ്കൗണ്ട് ഉള്ള ഏറ്റവും നല്ല സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ ഓർഡർ ചെയ്ത് വരും. അതാണ് ഈ പറയുന്ന ഏജന്റിക് AI. അപ്പോൾ അതിൻ്റെ ഒരു പ്രിവ്യൂവും കൂടി കിട്ടും. ആൻഡ് ഈ ഓൺ ഡിവൈസ് AI എല്ലാം റൺ ചെയ്യാൻ വേണ്ടി പുതിയ NPU ഉണ്ട്, പുതിയ CPU ഉണ്ട്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 4 ഗാലക്സി എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ് ഇതിനകത്തുള്ളത്. കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഗെയിമിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ് വരുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാലും കഴിഞ്ഞ കൊല്ലം പറഞ്ഞ ഒരു ടൈറ്റാനിയത്തിൽ നിന്നും ഈ കൊല്ലം അലുമിനിയത്തിലേക്ക് മാറിയിട്ടുണ്ട്. ബെറ്റർ ഹീറ്റ് ഡെസിപ്പേഷന് വേണ്ടിയായിരിക്കും. ഇനി ഹീറ്റ് ഡെസിപ്പേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ വേപ്പർ ചേമ്പർ കൂടി കുറച്ചുകൂടി വലുതാക്കിയിട്ടുണ്ട്. അവരുടെ 6th ജനറേഷൻ വേപ്പർ ചേമ്പർ ആണെന്നും ഡിസൈൻ ലേശം മാറ്റിയിട്ടുണ്ട് എന്നുമാണ് പറയുന്നത്. ഇനി ബാറ്ററി കൂട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, ഇപ്പോഴും 5000 mAh ബാറ്ററി തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടി എഫിഷ്യന്റ് ആക്കിയിട്ടുണ്ട്. മറ്റ് സാധനങ്ങൾ ഈവൻ 2 നാനോമീറ്റർ ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ നേരം ലാസ്റ്റ് ടൈം എന്ന് പറയപ്പെടുന്നു 31 മണിക്കൂറിന്റെ വീഡിയോ പ്ലേ ബാക്ക് ആണ് പ്രോമിസ് ചെയ്യുന്നത്. ബാറ്ററി കപ്പാസിറ്റി കൂട്ടിയില്ലെങ്കിലും ഫാസ്റ്റ് ചാർജിങ് കൂട്ടിയിട്ടുണ്ട്. 45 വാട്ട്സിൽ നിന്നും ഇപ്പോൾ 60 വാട്ടിലേക്കാണ് മാറിയിരിക്കുന്നത്. ഏകദേശം അരമണിക്കൂറിൽ 75% ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. എന്നാൽ ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ ഹാർഡ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് പുതിയ പ്രിവസി ഡിസ്പ്ലേ ആണ്. 8 ബിറ്റിൽ നിന്നും 10 ബിറ്റ് ഡിസ്പ്ലേയിലേക്ക് മാറി എന്ന് മാത്രമല്ല ഈ പ്രിവസി ഡിസ്പ്ലേക്കകത്ത് ഇവരൊരു ബ്ലാക്ക് മെട്രിക്സ് അഥവാ ഡിസ്പ്ലേയുടെ മുകളിൽ ഒരു ബ്ലാക്ക് റിങ്ങിന്റെ ഒരു ലെയർ ഉണ്ട്. ബേസിക്കലി ആ ലെയർ പൊങ്ങുമ്പോൾ ലൈറ്റ് ഫ്രണ്ടിൽ മാത്രം ഫോക്കസ് ചെയ്യുകയും നിങ്ങൾക്ക് നേരെ നോക്കുമ്പോൾ മാത്രം സ്ക്രീൻ കാണും. അത് താഴുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് നോക്കിയാലും സ്ക്രീൻ കാണുമെന്നാണ് പറയുന്നത്. ആൻഡ്
ഗുണം എന്താണെന്ന് വെച്ചാൽ ഫുൾ സ്ക്രീനിൽ വേണമെങ്കിൽ ഫുൾ സ്ക്രീനിൽ അപ്ലൈ ചെയ്യാം. ചില ആപ്ലിക്കേഷൻസ് ഓൺ ആക്കുമ്പോൾ മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി, ചില നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ മാത്രം മതിയെങ്കിൽ ആ പർട്ടിക്കുലർ ഭാഗത്ത് മാത്രം ഈ പ്രിവസി സ്ക്രീൻ അല്ലെങ്കിൽ പ്രിവസി ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആക്കാൻ പറ്റും. അത് ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് സ്ക്രീൻ ബ്ലാക്ക് ഔട്ട് ആയിട്ടായിരിക്കും കാണുന്നത്. നേരെ നോക്കുമ്പോൾ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അതാണ് ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ ഒരു ഇന്നോവേറ്റീവ് ഫീച്ചർ എന്നവർ പറയുന്നത്. ഇനി ക്യാമറ സ്പെസിഫിക്കേഷൻ വൈസ് കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ലെങ്കിലും അവരുടെ പ്രോ വിഷ്വൽ എഞ്ചിൻ കുറച്ചുകൂടി AI പരമായിട്ട് വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ ഫ്രണ്ടിലുള്ള 13 മെഗാ പിക്സൽ ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കുന്ന സമയത്ത് AIന്റെ സഹായത്തോടു കൂടി അതിനെ മെച്ചപ്പെടുത്തുന്നു എന്ന് പറയുന്നു. ആൻഡ് ബാക്കിലുള്ള 200 മെഗാ പിക്സൽ ആൻഡ് ടെലിഫോട്ടോ ക്യാമറയിലെ അപ്പർച്ചർ കൂട്ടിയിട്ടുണ്ട്. അപ്പർച്ചർ കൂട്ടി എന്ന് പറയുമ്പോൾ കൂടുതൽ ലൈറ്റ് ഉള്ളിലേക്ക് വരാൻ സഹായിക്കും. കൂടുതൽ ലൈറ്റ് ഉള്ളിൽ വരുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉണ്ടാവും എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നൈറ്റ് ടൈം ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കുമ്പോൾ സഹായിക്കും. ആൻഡ് യെസ്, നൈറ്റ് വീഡിയോഗ്രാഫിയും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റ് ഫോണുകളിൽ കണ്ടിട്ടുള്ള ഹൊറൈസൺ ലോക്ക് അഥവാ ഫോൺ ചരിച്ചു കഴിഞ്ഞാലും നമ്മൾ കാണുന്ന സാധനം സ്റ്റേബിളായി വെക്കുന്ന സാധനം ഇതിനകത്ത് സൂപ്പർ സ്റ്റഡി ഹൊറൈസൺ ലോക്ക് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് സാംസങ്ങിൻ്റെതായിട്ടുള്ള അഡ്വാൻസ്ഡ് പ്രോ വീഡിയോ അഥവാ APV കോഡൊക്കെ 8K വരെയും ഈ ഫോണിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യും. സോ നിങ്ങളൊരു ഫിലിം എന്തൂസിയാസ്റ്റ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വീണ്ടും അത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഇതിനെ ക്യാപ്ചർ ചെയ്ത് അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈവൻ 8K എടുക്കുവാണെങ്കിൽ ഡയറക്റ്റ് SSDയിൽ ക്യാപ്ചർ ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഇൻഫാക്ട് അൺപാക്ട് ഇവന്റ് നിങ്ങൾ കണ്ടുവെങ്കിൽ ആ ഇവന്റ് മുഴുവനായും കവർ ചെയ്തിരിക്കുന്നത് S26 Ultra സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാണ്. ഇനി നിങ്ങളൊരു റെസിപ്റ്റ് ഒക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അതിന്റെ സൈഡിലുള്ള ചുളിവുകളെല്ലാം മാറ്റി അതിന്റെ മുകളിൽ വിരലുണ്ടെങ്കിൽ അതൊക്കെ എറേസ് ചെയ്ത് ഒരു പ്രോപ്പർ റെസിപ്റ്റ് ആയിട്ട് എടുക്കാനുള്ള AI ഉണ്ട്. ആൻഡ് നമ്മുടെ ഫോട്ടോ അസിസ്റ്റ് ഇല്ലേ, നമ്മുടെ ഫോട്ടോയിൽ നിന്ന് ഒരു സാധനം റിമൂവ് ചെയ്യുക, വരച്ച് ആഡ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ പെർട്ടിക്കുലർ സാധനം നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇത് ഇന്നയാളുടെ കയ്യിലേക്ക് ആഡ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ AI ഉപയോഗിച്ച് അതും ആഡ് ചെയ്ത് തരും. ആൻഡ് നിങ്ങൾ ഇട്ടേക്കുന്ന ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഓൺ ഡിവൈസിൽ തന്നെ മാറ്റാനായിട്ട് പറ്റുന്ന ഫീച്ചറും ഉണ്ട്. സോ ഇതൊക്കെയാണ് S26 അൾട്രയിലുള്ള ഫീച്ചേഴ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻസ്. കൂടെ S26 ആൻഡ് S26 പ്ലസും ഇറങ്ങിയിട്ടുണ്ട്. ഈ സ്ലൈഡ്സിൽ നിങ്ങൾക്ക് അതിന്റെ ഫീച്ചേഴ്സും കാണാം. 4 കളേഴ്സാണ് S26 അൾട്ര വരുന്നത്. 2 കളേഴ്സ് എക്സ്ക്ലൂസീവ്ലി Samsung.com ബുക്ക് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. എന്തായാലും പ്രൈസ് ഇത്തവണ ഏകദേശം 1.4 lakhs ആണ് S26 അൾട്രയുടെ ഏറ്റവും ബേസ് വേരിയന്റ് വരുന്നത്. ഞാൻ S26ന് 89,000 റുപ്പീസും S26 പ്ലസിന് ഏകദേശം 1.2 lakhsന്റെ ഒരു പ്രൈസ് ആണ് കാണുന്നത്. കൂടെ Galaxy Buds 4ന്റെ സീരീസ് ഇറങ്ങി. Galaxy Buds 4 Pro ആൻഡ് Galaxy Buds 4 ചെറിയ രീതിയിൽ ഡിസൈൻ മാറ്റം വരുത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി മെറ്റാലിക് ആയിട്ടുള്ള ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ബട്ട് മെയിൻലി അവർ പറയുന്നത് അകത്തുള്ള ആ ഒരു ആർക്കിടെക്ചർ മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി വലിയ വൂഫറാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് വൂഫർ ആൻഡ് ട്വീറ്റർ സെപ്പറേറ്റ് ആണ്. അവർക്ക് രണ്ടുപേർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡ്യുവൽ ആംപ്ലിഫയേഴ്സും ഉണ്ടെന്ന്. ഓൾസോ ഏത് സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ കേൾക്കുവാണെങ്കിലും EQ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്ന അഡാപ്റ്റീവ് EQ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ AI പരിപാടി നിങ്ങൾക്ക് ഇയർഫോണിലും കിട്ടും, ഏജന്റിക് AI എന്നുള്ള രീതിയിൽ. Buds 4 ആൻഡ് Buds 4 Proന്റെ സ്പെസിഫിക്കേഷൻസ് ആയി കാണുന്നതൊക്കെയാണ്. Buds 4 Pro ഏകദേശം 23,000 റുപ്പീസിന്റെ ഒരു പ്രൈസ് റേഞ്ചിലും Buds 4 നിങ്ങൾക്ക് 16 അല്ലെങ്കിൽ 17,000 റുപ്പീസിന്റെ പ്രൈസ് റേഞ്ചിലുമാണ് വരുന്നത്. സോ ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം അൺപാക്ട് ഇവന്റിൽ നടന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റിലൂടെ അറിയിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അൺബോക്സിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് എന്തായാലും ശ്രമിക്കുന്നുണ്ട്. സോ അത് കാണാനും മറക്കണ്ട. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.